ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അവരാദ്യമായിട്ട് കണ്ടത് സാങ്ജിന്റെ കല്യാണത്തിനാണെന്ന് ബോറയ്ക്ക് മനസ്സിലാവും. അവിടെ എന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ സൂം ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ അന്നേരവും സുഹൂക്ക് അവളെയാണ് നോക്കുന്നത്. അപ്പോൾ സുഹൂക്കിന്റെ കോള് വരും. എന്തിനാണ് ഇപ്പൊ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ടേ ഇയാൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സങ്കടം വരുമോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാനിവിടെ ഉണ്ടാവും ഇയാൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് സുഹൂക്ക് ഫോൺ കട്ട് ചെയ്യുന്നത്. സുഹൂക്കിന്റെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് അവളോട് പറഞ്ഞതാണെന്ന് ബോറയ്ക്ക് മനസ്സിലാവും. അപ്പൊ അവള് മനസ്സിൽ വിചാരിക്കുന്നത് പക്ഷെ ഇനി എനിക്ക് സുഹൂക്കിനെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നെ ഞാനായിട്ട് അംഗീകരിക്കുന്ന എന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ സുഹൂക്കിനെ ഞാൻ കണ്ടുപോയി എന്നാണ്. അവൾ അന്നേരം തന്നെ റേഡിയോ സ്റ്റേഷനിലെ പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് എനിക്ക് ഷോയിലേക്ക് തിരിച്ചു വരാൻ സമ്മതമാണെന്ന് പറയുകയും ചെയ്യും. റേഡിയോ പ്രോഗ്രാമിന്റെ ദിവസമാവും. ടെൻഷൻ കാരണം അവള് സുഹൂക്കിനെ വിളിക്കും. ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ അകത്തേക്ക് പോവും, മിസ്റ്റേക്സ് ഒന്നും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. അയ്യോ അത് ഇന്നായിരുന്നോ, അതിനെന്തിനാ ഇയാള് പേടിക്കുന്നത്, ഇതൊക്കെ കുറെ കാലം ചെയ്തതല്ലേ, അതൊക്കെ ഇയാൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓർക്കാത്ത കൂട്ടൊക്കെ അതിനെ വലിയ കാര്യമാക്കാത്ത കൂട്ടൊക്കെ സംസാരിക്കും. ബോറയ്ക്ക് അന്നേരം ഒരു ഫ്ലാറ്റ് ഡെലിവറി വരും. അതിലെ പുതിയ തുടക്കത്തിന് ആശംസകൾ, ബോറയുടെ നമ്പർ 1 ഫാൻ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കും ആരാണെന്ന്. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നത് സുഹൂക്കാണെന്ന്. അവൻ മറന്നുപോയി എന്നൊക്കെ പ്രിറ്റൻഡ് ചെയ്തത് വെറുതെ ആയിരുന്നു എന്ന് ഓർക്കുമ്പോൾ അവർക്ക് സന്തോഷമാവും. അപ്പൊ യൂറി എവിടെയെന്ന് അന്വേഷിക്കും. യൂറിയുടെ ഹസ്ബൻഡ് എബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അവള് ജോലി റിസൈൻ ചെയ്തു എന്ന് അവിടെയുള്ള ബാക്കിയുള്ള ആളുകൾ പറയും. തിരിച്ചു വന്നിട്ട് എങ്ങനെ തോന്നുന്നു, വീണ്ടും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയപ്പോ സന്തോഷമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ഈ സൗണ്ട് കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂജങ്ങും സാങ്ജിനും സുഹൂക്കും അവളുടെ അനിയത്തിയും എല്ലാരും കേൾക്കുന്നുണ്ട്. ഇങ്ങനെ പ്രോഗ്രാം തുടങ്ങി കുറച്ച് കഴിയുന്നുണ്ട് അവള് പറയും എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ആ വേദനയിൽ നിന്ന് പുറത്തു വരാനായിട്ട് പറ്റത്തില്ല എന്ന്. പക്ഷെ ഒരാൾ എന്നോട് പറഞ്ഞത് അത് നമുക്ക് ഒരു ജലദോഷം വരുന്ന കൂട്ടാണ്, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ വേദന മറക്കും എന്ന് പറഞ്ഞു. അതെനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ആ സമയത്ത് എനിക്കത് വർക്ക് ആവുമെന്നൊന്നും തോന്നിയില്ല. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. എൻ്റെ അതേ അവസ്ഥയിൽ ഉള്ള ഒരാള് എന്നെ ആശ്വസിപ്പിച്ചപ്പോൾ എനിക്കത് വലിയൊരു ആശ്വാസമായിരുന്നു. ആ ആളുടെ അടുത്ത് ഞാൻ നേരിട്ട് ഇതുവരെ നന്ദി പറഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പൊ പറയുവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ റേഡിയോയിൽ ഇങ്ങനെ പറയും. അതിങ്ങനെ സുഹൂക്ക് കേൾക്കും, അവനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവനെ മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് എൻകറേജിങ് മെസ്സേജസ് ഒക്കെ വരും. ആൾക്കാർ അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യും, ഇവൾ അതിന്റെ മറുപടി കൊടുക്കും. അങ്ങനെ ഇങ്ങനെ സമയം പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത് അടുത്തിരിക്കുന്ന ആള് വായിച്ചു കൊടുക്കും. അപ്പൊ ലാസ്റ്റിലത്തെ 4 ഡിജിറ്റ് വായിക്കുമ്പോൾ ഇവക്ക് സംശയം തോന്നും. നോക്കുന്നുണ്ടെ അവളുടെ സംശയം ശരിയാണ്. ജുവാനാണ് ആ മെസ്സേജ് അയച്ചേക്കുന്നത്. ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആയി, വീണ്ടും ഞങ്ങൾ ഒന്നിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത്. ഇവക്ക് ആകെ ടെൻഷൻ ആവും. ഇവള് പറയുന്നത് ആ ഒരു സമയം കഴിഞ്ഞു പോയി, അതുകൊണ്ട് നിങ്ങൾ വെറുതെ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ ആകെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നത്, ആ കാർ തിരിച്ച് നിങ്ങൾ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാന്നുള്ളതാണെന്ന് പറയും. അപ്പോഴത്തേക്കും ഇവന് മനസ്സിലാവും അവനാണെന്ന് ബോറയ്ക്ക് മനസ്സിലായത്. അപ്പൊ പറയുന്നത് ഇല്ല, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആരാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി, അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കാനായിട്ട് തീരുമാനിച്ചു. പഴയ സമയം നമ്മൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത ആ സമയം സന്തോഷമൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കിനും അതൊന്നും കള്ളമല്ലല്ലോ, അതൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗുഡ് ലക്ക് വിഷ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇവക്ക് വേറെ നിവൃത്തിയില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. അവൾ ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ കൂടെ ഉള്ള ആള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവക്ക് എന്തോ പേടിയുണ്ടെന്ന്, എന്തോ പതർച്ച ഉണ്ടെന്ന് മനസ്സിലാവും. പക്ഷെ അവളുടെ എക്സാണ് വിളിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. കുറെ നാൾ കൂടിയിട്ട് പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ടെൻഷൻ ആണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പേടിക്കണ്ട, ഇത് പണ്ടത്തെ പോലെ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ആശ്വസിപ്പിക്കും. പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ബോറ കാണുന്ന അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ജുവാനാണ്. നമുക്ക് ദേഷ്യം വരും. മൈൻഡ് ചെയ്യാതെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവൻ പിടിച്ചു നിർത്തും. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു, നമുക്ക് വീണ്ടും നമ്മുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ ഇവൻ ഇങ്ങനെ പറയും. അപ്പൊ ബോറ വോയിസ് ഓവറിൽ പറയുന്നത് ആ നിമിഷം എനിക്ക് ജുവാനെ റിജക്ട് ചെയ്യായിരുന്നു, അത് പറ്റത്തില്ല, ഇനി അങ്ങനെ സാധ്യതയില്ല എന്ന് ക്ലിയർ ആയിട്ട് പറയായിരുന്നു. പക്ഷെ എനിക്കത് പറയാനായിട്ട് പറ്റിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല, ആ നിമിഷം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഒന്നുമേ പറയാനായിട്ട് പറ്റിയില്ല എന്നാണ്. ബോറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബൊക്കെയൊക്കെ വാങ്ങിച്ച് സന്തോഷത്തോടെ വരുവാണ് സുഹൂക്ക്. അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് വരുവാണ്. പക്ഷെ അവൻ വരുമ്പോൾ കാണുന്നത് ജുവാന്റെ കാറിലേക്ക് കയറി പോകുന്ന ബോറയാണ്. ഞാൻ കൊടുത്തയച്ച ബൊക്കെ ഇഷ്ടപ്പെട്ടോ, ഞാൻ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തതാണെന്നും കൂടി ജുവാൻ പറയും. അന്നേരമാണ് ബോറയ്ക്ക് മനസ്സിലാവുന്നത് സുഹു കൊടുത്തയച്ചതല്ല, ഇവൻ കൊടുത്തയച്ചതാണെന്ന്. അതറിയുമ്പോൾ അവൾക്ക് സങ്കടം തോന്നും. എനിക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ ഇംപെർഫെക്റ്റ് ആണ്, അത്ര സിൻസിയർ ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഞാനതെല്ലാം ഹൈഡ് ചെയ്തിട്ടാണ് ഇയാളോട് പെരുമാറിയിരുന്നത്. ഏതോ ഒരു പോയിന്റിൽ അതെനിക്ക് മടുത്തു തുടങ്ങി, അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറ്റബോധമുണ്ട്. എൻ്റെ തെറ്റുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ, അതിനെ ഫേസ് ചെയ്യാനും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അപ്പോളജൈസ് ചെയ്യും. അപ്പോൾ
ബോറ പറയും കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ അത് മനസ്സിൽ വെച്ചേക്കണ്ട, ആരും പെർഫെക്റ്റ് ഒന്നുമല്ല, ഞാനും അങ്ങനെയല്ല എന്ന് പറയുമ്പോഴത്തേനും അല്ല ഇയാൾ എനിക്കൊരു പെർഫെക്റ്റ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്ന് പറയും. അത് ഞാനും ഇയാളെ പോലെ പലതും ഹൈഡ് ചെയ്തുകൊണ്ടാണെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് ബോറെ മനസ്സിലാക്കി എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇയാൾ വേറൊരാളായതുപോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ആ ബോറെ നന്നായിട്ട് മനസ്സിലാക്കണം എന്നുണ്ട്. നമുക്ക് പഴയതുപോലെ ആകാൻ പറ്റുമോ, എനിക്ക് ഒരിക്കൽ കൂടി ഒരു ചാൻസ് തരുമോ എന്നൊക്കെ ജുവാൻ ചോദിക്കും. സാങ്കിനും മിസ് ബാങ്കും ഡേറ്റ് ചെയ്യുകയാണെന്ന് ഓഫീസിൽ ഗോസിപ്പ് വരക്കും. ഉറപ്പാണോ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ നോട്ട് കാണിച്ചതല്ലേ, അതിൽ കൂടുതൽ തെളിവ് എന്തിനാണ്, അവർക്ക് നിക് നെയിംസ് വരെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനായിട്ടെന്ന് ഒരാൾ പറയും. മറ്റൊരാൾ പറയും ശരിയാണ്, ഞാൻ അവരൊറ്റയ്ക്ക് കോഫി കുടിക്കാൻ പോകുന്ന കണ്ടിട്ടുണ്ട്, ലഞ്ച് കഴിക്കാൻ പോകുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ അവർ അത്രയ്ക്ക് സംസാരമൊന്നും ഇല്ലല്ലോ എന്ന് വേറൊരാൾ ചോദിക്കുമ്പോഴത്തേക്കിനും അത് നമുക്ക് സംശയം തോന്നാതിരിക്കാനാണ്. നേരത്തെ നന്നായിട്ട് സംസാരിക്കുമായിരുന്നല്ലോ, ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിച്ചോ അവരധികം സംസാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹുക്ക് വരുന്നുണ്ട്. സാങ്കി ചോദിക്കും നീ ഡ്രൈവ് ചെയ്യില്ലായിരുന്നോ, ഷോ കേട്ടിരിക്കാൻ വഴിയില്ലല്ലോ, ബോറയുടെ ഷോ ഇന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു, ഞാൻ കേട്ടായിരുന്നു, എനിക്ക് പേടിയുണ്ടായിരുന്നു നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കാണുമെന്ന്. പക്ഷെ ഒരു പ്രശ്നമില്ലാന്ന് എല്ലാവരും പോസിറ്റീവ് കമന്റ്സ് ആണ് പറഞ്ഞത്, നല്ല എൻകറേജിങ് ആയിരുന്നു ആൾക്കാരെല്ലാം. ഒരു സംഭവം ഉണ്ടായി കേട്ടോ, എക്സ് ബോയ് ഫ്രണ്ട് കൺഫസ് ചെയ്തു വീണ്ടും, അതൊരു സംഭവമായിരുന്നു, എന്റെ ഹാർട്ട് തന്നെ ഫ്ലട്ടർ ചെയ്തു പോയി. അങ്ങനെയുള്ളപ്പോൾ എന്തായാലും ഒരു ചാഞ്ചാട്ടം ബോറയ്ക്കും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബുക്കിന് ഇതിലും വലിയ പബ്ലിസിറ്റി എനിക്ക് കിട്ടാനേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വലിയ ആവേശത്തിലാണ് സംസാരിക്കുന്നത്. ഷോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ്, അപ്പം നമ്മളൊരു ബൊക്കെയൊക്കെ കൊടുത്തൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണമായിരുന്നു, ഞാനോ മറന്നു, ഇനിയെങ്കിലും ഓർക്കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് സുഹുവിന്റെ അടുത്ത് പറയും. സുഹു ആണെങ്കിൽ ഈ ദേഷ്യത്തിൽ പിന്നെ ഒന്ന് റേഡിയോ ഷോയിൽ ഒന്ന് പറഞ്ഞെന്നും പറഞ്ഞ് വീണ്ടും പഴയതുപോലെ ആകാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ദേഷ്യത്തിലാണ് പറയുന്നത്, പക്ഷെ സാങ് മനസ്സിലാക്കുന്നില്ല. സുഹുക്ക് നിരാശനായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ബോറ അവന്റെ കോളോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ അവൻ വിളിക്കുന്നില്ല. ആ സമയത്ത് അവൾക്ക് ജുവാന്റെ കോള് വരും, വീട്ടിലെത്തിയോ, നമുക്ക് നാളെ ഉച്ചയ്ക്ക് ഒന്നിച്ച് ലഞ്ചിന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ജോലിയുണ്ടെന്ന് അവൾ പറയും. അപ്പം ഞാൻ ഇതിനോട് യൂസ്ഡ് അല്ല, എന്നെ ഇതുവരെ റിജക്ട് ചെയ്തിട്ടില്ല നീ, അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആണ്, എന്നെ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല എനിക്ക് ശരിക്കും ജോലിയുണ്ട് അതുകൊണ്ടാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഡിന്നറിന് മീറ്റ് ചെയ്യാം, അതിനും വരാൻ പറ്റത്തില്ലെന്ന് എക്സ്ക്യൂസ് പറയുവാണെങ്കിൽ അത് നേരിട്ട് വന്ന് എന്നോട് പറയണം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഫോൺ കട്ട് ചെയ്യും. പിറ്റേ ദിവസം മീറ്റിങ്ങിന് യൂജിങ്ങിന്റെ കഫേയിലാണ് ബോറയും സുഹുവും കൂടി മീറ്റ് ചെയ്യുന്നത്. ഇന്നലെ ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് എന്നെ പ്രോഗ്രാം കേൾക്കാനായിട്ട് പറ്റിയില്ല എന്ന് ബോറ ചോദിക്കുന്നുണ്ട്. ഇല്ല ഞാൻ കേട്ടായിരുന്നു എന്നാണ് പറയാം. എങ്കിൽ പിന്നെ എനിക്കൊരു മെസ്സേജ് അയക്കുകയോ എന്നെ ഒന്ന് വിളിക്കുകയോ ചെയ്യാമായിരുന്നല്ലോ, ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേനും ഞാൻ കേട്ടായിരുന്നു, എനിക്ക് വേണ്ടി നന്ദി പറയുന്നതൊക്കെ ഞാൻ കേട്ടു, അത് ടച്ചിങ് ആയിരുന്നു എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈവ് ഫോൺ കോളും കേട്ടോ എന്ന് വിളിച്ച് ചോദിക്കും. അതും കേട്ടു. എന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. ആ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സംസാരിക്കേണ്ടി വന്നു, കുഴപ്പമില്ലാതെ എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റിയെന്ന് പറഞ്ഞു ഇവിടെ വെളിയിലേക്ക് നോക്കുമ്പോൾ ജുവാൻ കയറി വരുന്നതാണ്. ആ കാര്യം എന്നിട്ട് ബോമിയാണ് ആദ്യം കാണുന്നത്. ബോമി എടുത്ത് സംസാരിക്കും. അയ്യോ ബോമി ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ജോലിക്ക് കയറിയതായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു, എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ ഇതിന്റെ ഇടയ്ക്ക്, എന്താ വിളിക്കാഞ്ഞത്, കുറച്ച് നാളായല്ലോ കണ്ടിട്ട്, ഇയാൾ പിന്നെ സുന്ദരിയായിട്ടുണ്ടല്ലോ, എന്നാലും എന്നെ ഒന്ന് വിളിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവള് മൈൻഡ് ചെയ്യാൻ നിൽക്കും. അപ്പൊ എന്നോട് ഇപ്പോഴും ദേഷ്യമാണ്, എന്താ ഒന്നും സംസാരിക്കാത്ത ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോണ്ടാണ് ജിൻഹു അവിടേക്ക് വരുന്നത്. അപ്പം ഇവള് മറ്റേ സാധനങ്ങളൊക്കെ വെക്കാൻ നേരത്ത് എന്റെ എക്സ് ബോയ് ഫ്രണ്ട് തന്നതാണ് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇവന്റെ ഈ സംസാരമൊക്കെ കാണുമ്പോഴത്തേക്കും ഇവനായിരിക്കും അതെന്ന് അവൻ തെറ്റിദ്ധരിക്കും. അവൻ ഇങ്ങോട്ട് വന്ന് ജോന്റെ അടുത്ത് ദേഷ്യത്തിൽ പറയും, ഇയാൾക്ക് എന്തുവാണ് നാണമില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പുറകെ നടക്കുന്നത്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയെല്ലാം പഴയതുപോലെ ഒന്നും ആവത്തൊന്നുമില്ല, അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു പോയി, ഇപ്പൊ അവളുടെ ബോയ് ഫ്രണ്ട് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാവും ഇവന്റെ ദേഷ്യത്തിന് ഇവനൊന്നും ഓർക്കുന്നില്ല. അവനായിട്ട് വിളിച്ച് പറയുമ്പോൾ അവര് ഡേറ്റ് ചെയ്യുകയാണെന്ന്. ജുവാനാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാകത്തില്ല. അവനിങ്ങനെ ബോറെ നോക്കിട്ട് അതാ അവൻ യാതൊരു വഴിയില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ബോംബെ ഓരോന്നും മിണ്ടാതിരിക്കുമെന്ന് നിർത്തുമോ, ഇതെന്റെ സിസ്റ്ററിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണെന്ന് പറയും. അപ്പം യൂജങ്ങിനും ജിന്നുവിനും എല്ലാവർക്കും അത് തമാശയാണ്. അവരവിടെ നിന്നോട് ചിരിയോടെ ചിരിയായിരിക്കും, കാരണം ഇവൻ തന്നെ എല്ലാം വിളിച്ച് പറഞ്ഞല്ലോ. അബദ്ധം പറ്റിയത് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ബോംബെ പറയും എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ഞങ്ങൾ ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഇവർ ആ ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയും. ഓൾറെഡി ഇവർക്കെല്ലാം അറിയാലോ, ഇവർക്ക് എന്നാ അത് മനസ്സിലാവുന്നില്ല, നോക്കുന്ന ആർക്കും വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. ബോറയ്ക്ക് പക്ഷെ ജുവാൻ വന്നത് ഇഷ്ടപ്പെടുന്നില്ല. അവനോട് വരുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ജുവാൻ എന്നിട്ട് വന്നിട്ട് ബോറ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. ബോറ ചോദിക്കും എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. നിന്നെ കാണാനോ, ഞാൻ ജിന്നുവിനെ ഒന്ന് കാണാനുണ്ടായിരുന്നു, എന്തായാലും ഇങ്ങോട്ട് വരാൻ പാടില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് സുഹുവിനെ നോക്കിയിട്ട് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവനാന്ന് പറയും. ഇപ്പം വീണ്ടും പേരൊക്കെ പറഞ്ഞിട്ട് ബോറയുടെ അടുത്ത് പറഞ്ഞായിരുന്നു നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് കണ്ടു, അങ്ങനെ ക്ലോസ് ആയതാണെന്ന്, പക്ഷെ അന്നത്തെ ഇയാളുടെ വർത്താനമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഡേറ്റ് ചെയ്യുകയാണെന്ന്, ഞാൻ ആകെ പേടിച്ചു പോയി എന്നൊക്കെ പറയും. അപ്പൊ സുഹു ഇങ്ങനെ ബോറെ നോക്കും, അവൾക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. ഇവനെന്നിട്ട് ചോദിക്കും ഞാൻ ഏത് റെസ്റ്റോറന്റ് ആണ് ഡിന്നറിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തേക്കുന്നതെന്ന് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവൾ പറയും ഞങ്ങൾ ഇവിടെ മീറ്റിംഗിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. സുഹുക്ക് പറയും കുഴപ്പമില്ല നിങ്ങൾ സംസാരിച്ചോ, എനിക്ക് എന്തായാലും ഒരാളെ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകും. അപ്പം ജുവാൻ ഇങ്ങനെ ഇവൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിച്ചത് കൊണ്ട് ഇവളെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും എനിക്കിവിടെ മീറ്റിംഗ് ആയിരുന്നു, അതിന്റെ ഇടയ്ക്കാണ് കയറി വന്നത്, ഇപ്പൊ ഇയാൾ തൽക്കാലം പോകാനായിട്ട് പറയും, ദേഷ്യപ്പെട്ടാണ് പറയുന്നത്. അങ്ങനെ ജുവാൻ അവിടുന്ന് പോകും. അവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ ബാക്കി എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ എഴുന്നേൽക്കുമ്പോഴത്തേക്കും എല്ലാവരും നാലുപാടും പോകും. സുഹുക്ക് വെളിയിൽ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ജുവാനവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും ഇയാൾ ബിസിയാണോ, അപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കും. അല്ല നമ്മള് ഒന്നിച്ച് ജോലി ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ഇടപഴകും, അതൊക്കെ എനിക്ക് മനസ്സിലാവും,
അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ക്ലോസ് ആവും. പക്ഷെ നമ്മൾ എല്ലാത്തിനും ഒരു ബൗണ്ടറി വെക്കണം. ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ഒക്കെ വെറുതെ വേസ്റ്റ് ആവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സൂഹുക്കിന് ദേഷ്യം വരും. ഇയാൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? വല്ലതും പറയാനാണെങ്കിൽ നേരെ അങ്ങ് പറയണം, അല്ലാതെ ഇങ്ങനെ വളച്ചു കെട്ടി പറയേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പം ഇയാൾക്ക് ബോറെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. സുഹുക്ക് പറയും അതിനുള്ള മറുപടി ഞാൻ ഇയാളോട് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ഒരു എക്സ് ബോയ് ഫ്രണ്ടിന്റെ അടുത്ത്. അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ബ്രോഡ്കാസ്റ്റ് കേട്ട് കാണുമല്ലോ. ഇപ്പൊ തൽക്കാലം അങ്ങനെ ആയിരിക്കും ഞങ്ങളുടെ സ്റ്റാറ്റസ്, റിലേഷന്റെ സ്റ്റാറ്റസ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് മാറും. അങ്ങനെയുള്ളപ്പോ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ ഇയാൾ എനിക്ക് നേരെ ഒരു ആൻസർ തന്നിരുന്നെങ്കിൽ ബോറെ ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഇയാൾ അത് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാനിവിടെ ബെഗ് ചെയ്യാണ് ഇയാളുടെ അടുത്ത്, ദയവ് ചെയ്ത് ബോറെ സ്വേ ചെയ്യരുത്. ഞാനൊരു ലൂസറായിട്ട് ഇയാൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ അതെനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയുമ്പോഴത്തേക്കിനും സൂഹു ചോദിക്കുമ്പം ഞാൻ കാരണം ബോറ കുറച്ചു നേരത്തെങ്കിലും സ്വൈഡ് ആയി ഇയാൾ സമ്മതിക്കുന്നുണ്ടല്ലേ ചോദിക്കുമ്പോൾ അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമായിരുന്നല്ലോ. അപ്പോൾ നന്നായിട്ടൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ സ്വാഭാവികമായും ആർക്കായാലും അത് അങ്ങനെ തോന്നും. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ പണ്ടത്തെ പോലെ തീരുമാനിച്ച പോലെ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ബോറെ നന്നായിട്ട് അറിയാം. ബോറയ്ക്ക് ഇത് ആലോചിച്ചിട്ട് കുറ്റബോധം കാണും എന്നൊക്കെയാണ് ഇവൻ സംസാരിക്കുന്നത്. അന്നേരം അവൻ ബോറെ കുറ്റപ്പെടുത്തുന്ന പോലൊക്കെയാണ് വർത്താനം പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ സൂഹുക്കിന് ദേഷ്യം വരും. അവൻ ചെന്ന് കാറിന്ന് ബൊക്കെ എടുക്കും, എന്നിട്ട് ആ നോട്ട് മാറ്റും. ബോറെ അടുത്ത് വരുമ്പോഴത്തേക്കും അവൾ പറയാം, ആദ്യമായിട്ട് ഞാൻ സോറി പറയുകയാണ്, വിചാരിക്കുന്ന കൂട്ടൊന്നും അല്ല കാര്യങ്ങൾ, കണ്ടതൊന്നും വിശ്വസിക്കരുത്. ഞങ്ങൾ വീണ്ടും റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഇവിടെ വരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ഇവൻ പറയും വേണ്ട വേണ്ട, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ഇയാളുടെ പേഴ്സണൽ കാര്യമാണ്, എനിക്കത് അറിയണമെന്ന് താല്പര്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കുറച്ച് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. എന്തായാലും നടക്കട്ടെ, കൺഗ്രാറ്റുലേഷൻസ് ഇയാളുടെ ഷോ സ്റ്റാർട്ട് ചെയ്തതിനും റിലേഷൻ സ്റ്റാർട്ട് ചെയ്തതിനും എന്ന് പറഞ്ഞിട്ട് ഇവൻ ബൊക്കെ എടുത്തു കൊടുക്കും. ഇത് കമ്പനിയുടെ വകയാണ് എന്ന് പറഞ്ഞിട്ട് പോവുക അവിടുന്ന്. ഇവക്കൊന്നും പറയാനുള്ള അവസരം കൊടുക്കത്തില്ല. അവൻ പോയി കഴിയുമ്പോഴത്തേക്കിനും ഇറങ്ങുന്നുണ്ടെ ജുവാൻ പുറകെ ചെന്നിട്ട് ആ എല്ലാം കഴിഞ്ഞോ എന്ന് ചോദിക്കും. സുഹുക്കൊന്നും മിണ്ടാതെ പോകും. ഇവൻ എന്നിട്ട് വന്ന് ബോറെ അടുത്ത് നിന്നിട്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ലല്ലോ, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ, ഡിന്നർ വരാൻ നമുക്ക് ഒരുപാട് സമയമുണ്ട്, ഒരു മൂവിക്ക് പോയാലോ എന്ന് ചോദിക്കും. അപ്പം ബോറെ ചോദിക്കും ഇയാൾ എന്തിനാണ് ഇത്ര ചൈൽഡിഷ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നത്? മനഃപൂർവ്വം ഇത് ചെയ്തതാണെന്ന് എനിക്കറിയാം, ഞാൻ ഇവിടെ ഒരു മീറ്റിംഗിലാണെന്ന് കൃത്യമായിട്ട് ഇയാളോട് പറഞ്ഞു. അപ്പം നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി സുഹുക്കിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരുന്നത് ഇതൊക്കെ പറയുകയും കാണിക്കുകയും ചെയ്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പറയും. അപ്പൊ ഇവക്ക് ദേഷ്യം വന്നു എന്ന് അവൻ മനസ്സിലാവുന്നുണ്ടേ. അതിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇഷ്ടപ്പെട്ടില്ലേ, ഇയാൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയോ, അതെന്താ നിനക്ക് അവനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. ഇവളൊന്നും പറയത്തില്ല. അപ്പൊ ഇവന് കാര്യം മനസ്സിലാവും. എന്തായാലും ഇയാൾക്ക് അതിന് റിപ്ലൈ തരാനായിട്ട് പറ്റുന്നില്ലല്ലോ. ഞാൻ സുഹുക്കിന്റെ അടുത്തും ചോദിച്ചായിരുന്നു, അപ്പൊ അവനും റിപ്ലൈ തരാനായിട്ട് പറ്റിയില്ല. രണ്ടുപേർക്കും മറുപടി ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയും. അതുകൂടെ കേൾക്കുമ്പോഴത്തേക്കും ബോറയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയും ശരി, ഞാൻ നേരിട്ട് റിജക്ട് ചെയ്യണമെന്നല്ല പറഞ്ഞേ, ഡിന്നറിന് ഒന്നിച്ച് വരാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോകും. ഞാൻ എന്റെ ഈഗോ ഒക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു എഫേർട്ട് ഇടുമ്പോഴത്തേനും ഇയാൾ എന്തെങ്കിലും ഇങ്ങനെ പെരുമാറുന്നതെന്ന് ബോറ എടുത്ത് ജുവാൻ പുറകെ ചെന്നിട്ട് ചോദിക്കും. അവള് ചോദിക്കുന്നത് അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ ഇപ്പൊ എന്തിനാണ് ചെയ്തത്? അതെനിക്ക് കൃത്യമായിട്ട് അറിയാം, അതിന്റെ റീസൺ എനിക്കറിയാം. വേറെ ആളുടെ കൂടെ എന്നെ ഇനിയിപ്പോൾ കാണാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നത്. അവൻ സമ്മതിക്കും, നമ്മൾ അന്നേ കല്യാണം കഴിക്കേണ്ടതായിരുന്നു, ആ തീരുമാനിച്ച സമയത്ത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. എന്തായാലും എനിക്കൊരു കാര്യം അറിയാം, തന്റെ ഫീലിങ്സിനെ പറ്റി ഉറപ്പില്ലാത്ത ഒരാളെ നിനക്ക് ഇഷ്ടപ്പെടാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, അത് സത്യമല്ലേ എന്ന് ചോദിക്കും. ഇവക്കാണെങ്കിൽ ഒന്നും പറയാനും വയ്യ, ഇവന്റെ അടുത്ത് ദേഷ്യമുണ്ട്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. ഇവൻ പറയുന്നത് അല്ലെങ്കിലും എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ല, എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, അപ്പൊ എന്തായാലും ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയും. ബോറയും എക്സ് ബോയ് ഫ്രണ്ടും വീണ്ടും റിലേഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് കേൾക്കുമ്പോഴത്തേക്കും സാംജിന് സന്തോഷമാണ്. അതെന്തായാലും നന്നായി, അപ്പൊ നമുക്ക് ഓപ്പൺ എൻഡിങ് മാറ്റിയിട്ട് ഒരു ഹാപ്പി എൻഡിങ് കിട്ടുമല്ലോ ബുക്കിന്. ബോറയ്ക്ക് ആദ്യം മുതൽ അതായിരുന്നല്ലോ ആവശ്യം, അത് കുഴപ്പമില്ല, നമുക്ക് പ്ലാൻ ഒക്കെ മാറ്റാന്നൊക്കെ പറയും. സൂഹുവിന് ഇഷ്ടപ്പെടുന്നില്ല. അതിനാണ് നമ്മൾ പ്ലാൻ മാറ്റുന്നത്, നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെയല്ലല്ലോ, ഇതിപ്പോ എല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു എൻഡിങ് ആയി പോകത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അതിനെന്താ, ഹാപ്പി എൻഡിങ് ആണല്ലോ, അത് മാത്രം നോക്കിയാൽ മതി എന്ന് സാങ്ജിൻ പറയും. ഇയാൾക്ക് കണക്ഷൻസ് വഴിയല്ലേ ഇവിടെ ജോലി കിട്ടിയത്, അല്ലാതെ പ്രോപ്പറായിട്ട് ഇന്റർവ്യൂ ഒന്നും കഴിഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ജോബ് ഫുൾ ടൈം ജോബ് ആയിട്ട് പെട്ടെന്ന് തന്നെ മാറുമോ? ഇവിടെ സീനിയോറിറ്റി ഉള്ള വേറെ ആൾക്കാരുണ്ട്, അതിന് മുമ്പേ ഇയാള് ഫുൾ ടൈം എംപ്ലോയി ആവുമോ എന്നൊക്കെ അവിടുത്തെ എംപ്ലോയീസ് മിസ് ബാങ്കിന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ അവർക്ക് എന്താണ് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ ഇയാള് സാങ്ജിനെ ഡേറ്റ് ചെയ്യല്ലേ എന്ന് ചോദിക്കും. അയ്യോ അങ്ങനെയല്ല നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവരാരും അത് വിശ്വസിക്കത്തില്ല. ഞങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ ഞങ്ങൾക്ക് കാര്യമൊക്കെ മനസ്സിലായി. എന്താ ഞങ്ങൾക്ക് പറയാത്തത്? ഇയാൾക്ക് അതൊന്നും പ്രശ്നമില്ലേ? ഒരുപാട് ഡ്രാമാസ് ഒക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടാണോ? സാങ്ജിന്റെ ഡിവോഴ്സ് കഴിഞ്ഞതാണോ, അതറിയാമോ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയല്ല എന്ന് ഇവള് പറയുന്നുണ്ടേ. വേറൊരാൾ പറയും അതിനെന്തോ ഇത്ര പ്രശ്നം, ഡിവോഴ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഈ പബ്ലിഷിംഗ് കമ്പനിയുടെ സിഇഒ ആണ്, വലിയ കാശുള്ള വീട്ടിലെയാണ്, ഈ ബിൽഡിംഗ് ഒക്കെ സാങ്ജിന്റെ പേരിലാണ്, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ട് നിൽക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അങ്ങനെയൊന്നും ഇല്ലാന്ന് ഇവള് വീണ്ടും പറയുന്നുണ്ട്. പിന്നെ എന്താണ്, സാങ്ജനാണോ ഇയാടെ പുറകെ നടക്കുന്നതെന്നുണ്ട് അവർ ചോദിക്കും. ഇവക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതെല്ലാം പുറത്തുനിന്ന് സുഹുക്ക് കേൾക്കും. അവൻ എന്തായാലും തന്നെ ചെന്ന് സാങ്ജന്റെ അടുത്ത് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതാകുമ്പോൾ ബ്ലെയിം മുഴുവൻ
എന്റെ പേരിൽ ആയിക്കൊള്ളുമല്ലോ എന്ന് സംഗീൻ പറയുന്നുണ്ട്. സൂഗ് ചോദിക്കും അതെങ്ങനെയാണ് അതിനൊരു പരിഹാരമാവുന്നതെന്ന്. പിന്നെ ഞാനെന്ത് വേണം? മിസ് ബാങ് ഒരു ചെറിയ കുട്ടിയല്ലേ, അത് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ റൂമർ സ്പ്രെഡ് ചെയ്ത് ആ കുട്ടിയുടെ ഭാവിയല്ലേ ബാധിക്കുന്നത്, എനിക്കാവുമ്പോൾ പ്രശ്നമില്ലല്ലോ എന്ന് പറയും. വൈകിട്ട് എല്ലാവരും പോകാൻ എഴുന്നേക്കുന്നുണ്ടേ മിസ് ബാങ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. നിങ്ങൾ വിചാരിച്ചതുപോലെ സാങ്കിൻ എന്റെ പുറകെ നടക്കുമെന്നല്ലായിരുന്നു. എനിക്ക് സാങ്കിനോടാണ് ക്രഷ് ഉണ്ടായിരുന്നത്, പക്ഷെ ഞാൻ കൺഫസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാങ്കിൻ എന്നെ റിജക്ട് ചെയ്തു. ഒരാളെ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നും ഞാൻ ഇതുവരെ കരുതിയിട്ടില്ല. എനിക്ക് ഡ്രാമാസിനെക്കാട്ടിലും ബുക്സ് ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പബ്ലിഷിംഗ് കമ്പനിയിൽ ജോലിക്ക് വന്നത്. പിന്നെ സാങ്കിൻ റിച്ച് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതറിഞ്ഞാലും ഇല്ലെങ്കിലും എന്റെ സ്നേഹത്തിന് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. കാരണം ഞാൻ സാങ്കിനെ ഇഷ്ടപ്പെട്ടത് റിച്ച് ആണെന്ന് അറിഞ്ഞിട്ടോ ഈ പബ്ലിഷിംഗ് കമ്പനിയുടെ സിഇഒ ആയതുകൊണ്ടോ ഒന്നുമല്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ക്വാളിറ്റീസ് സാങ്കിനിലുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയും. ഇത് കേട്ട് കഴിയുമ്പോൾ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എന്നിട്ട് സൂക്കുക്ക് പറയും. ഇവിടെ എങ്ങനെയാണ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അതുപോലെ തന്നെയാണ് മിസ് ബാങ്കിനെ ഇവിടെ റിക്രൂട്ട് ചെയ്തേക്കുന്നത്. അതിന് വേറെ ആരുടെയും റെക്കമെൻഡേഷനിലോ ഒന്നുമല്ല ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ ടെമ്പററി ആയിട്ടുള്ള ആൾക്കാരെ ഫുൾ ടൈം ആക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ്. അതിന് വേറെ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ല, അതും നിങ്ങൾക്കറിയാം. ഇതെല്ലാം മനസ്സിൽ സംശയം വെച്ചിട്ട്, നിങ്ങളുടെ സംശയങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അത് വെച്ച് ഒരാളുടെ അടുത്ത് ഓരോന്ന് ചോദിക്കുന്നതും അവരെ വിഷമിപ്പിക്കുന്നതും ബുള്ളിങ്ങിന്റെ പരിധിയിൽ വരും. അതിവിടെ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. പിന്നെ കൺഫെഷനും അപ്പോളജിയും, ഈ രണ്ട് കാര്യങ്ങൾക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു സമയമുണ്ട്. അത് നിങ്ങൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ ലേറ്റ് ആയി എന്ന് നിങ്ങൾ വിചാരിച്ചാണോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലാവും. എല്ലാവരും പോയി മിസ് ബാങ്കിന്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും. സംശയം തോന്നിയിട്ട് ഭൂമി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവൾ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ കുട്ടിയെ ഞാൻ ഒറ്റയ്ക്ക് വളർത്തണോ നമ്മൾ ഒന്നിച്ച് വളർത്തണോ എന്ത് വേണമെന്ന് ആലോചിക്കാൻ ഞാൻ 3 മിനിറ്റ് സമയം തരാമെന്ന് ജിൻഹു എടുത്ത് പറയുമ്പോൾ അവൻ പറയുന്നത് എനിക്ക് ആലോചിക്കാൻ സമയം വേണ്ട, നമുക്ക് കല്യാണം കഴിക്കാം എന്നാണ്. അപ്പോൾ ഒരു ഇമ്പൾസിൽ എന്തെങ്കിലും പറയാതെ നന്നായിട്ട് ചിന്തിച്ചിട്ട് പറയാനായിട്ട് പറയുമ്പോൾ എനിക്ക് ചിന്തിക്കാനൊന്നുമില്ല, ഇയാളെ എന്തായാലും കല്യാണം കഴിക്കാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ച് നേരത്തെ ആയിരുന്നു കണ്ട് എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല. അത്രയും നാൾ നമുക്ക് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാലോ എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ എന്ന് പറയും. ഇയാളെന്തിനാണ് മറുപടി പറയാനായിട്ട് ഹെസിറ്റേറ്റ് ചെയ്തതെന്ന് ഭൂമി വീണ്ടും ചോദിക്കും. ഞാൻ ഹെസിറ്റേറ്റ് ചെയ്തില്ലല്ലോ, അത് ഭൂമിയുടെ തോന്നലാണെന്ന് പറയും. അതൊക്കെ അത് കേൾക്കുമ്പോൾ സന്തോഷം സമാധാനമാവും, കാരണം അവൾ ആകെ ടെൻസ്ഡ് ആയിരുന്നു. യുവജന്റെ ഫോൺ കാണാതെ അവള് എടുക്കാനായിട്ട് താഴെ കഫേയുടെ അവിടേക്ക് വരുമ്പോഴത്തേക്കും താഴെ നിന്ന് എന്തോ സൗണ്ട് കേൾക്കും. അങ്ങനെ എന്താണെന്ന് വന്ന് ജിൻഹുവിനെ വിളിച്ച് ചോദിക്കും. അങ്ങനെ ജിൻഹുയെ അവിടെ താമസിപ്പിച്ചേക്കുമായിരുന്നെന്ന് മനസ്സിലാവും. എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ ജിൻഹോയ്ക്ക് താമസിക്കാൻ സ്ഥലം കിട്ടാത്തതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറയും. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഫുൾ സെറ്റപ്പിലാണല്ലോ. അപ്പൊ ഇതെല്ലാം ജിൻഹോയുടെ സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഹു രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വല്ല പെൺകുട്ടികളെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവള് പോയി ആ മേശ തുറക്കുന്നുണ്ടേ ഭൂമി അതിനകത്തുനിന്ന് വരും. ഭൂമിയെ കാണുന്നുണ്ടേ ജിൻഹുവും ഞെട്ടും. ഇവരറിയുന്നില്ലല്ലോ ഭൂമിയും ജിൻഹോയുടെ കൂടെ എവിടെ ഉണ്ടെന്ന്. അപ്പം പേടിച്ചു പോയോ, നമ്മുടെ കുട്ടി ഓക്കെ ആണോ എന്ന് അന്നേരം ജിൻഹോ ചോദിക്കും. അത് കേൾക്കുമ്പോൾ ഇവർ രണ്ടും വീണ്ടും ഞെട്ടും. പ്രഗ്നന്റ് ആണോ എന്ന് യുജങ് ചോദിക്കും. അന്നേരമാണ് ബോറയുടെ കോള് വരുന്നത്. ബോറ യുജങ്ങിനെ വിളിക്കുന്നത് വീട്ടിലേക്ക് ഒന്ന് വരാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണെങ്കിൽ ആകെ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. ബോറയുടെ കോള് വരുന്നത് കാണുമ്പോഴത്തേക്കും ഒരു കാരണവശാലും ഭൂമിയുടെ കാര്യം ബോറ എടുത്ത് പറയരുതെന്ന് പറയും. പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ അവിടെ നിന്ന് ഒരു വീഡിയോ ഗെയിമിന്റെ സാധനം എടുത്ത് ഞാനിത് തറയിൽ എറിഞ്ഞ് പൊട്ടിക്കും എന്ന് ഭീഷണിപ്പെടുത്തും. അപ്പൊ ജിൻഹുവും കൂടി യുജങ്ങിന്റെ അടുത്ത് കോൾ അറ്റൻഡ് ചെയ്തെന്ന് പറയും. അപ്പം എടുക്കാതിരുന്നാൽ ശരിയാകത്തില്ല, ഞാൻ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചിട്ട് ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തേക്കാന്ന് യുജങ് പറയും. ഭൂമിയാണെങ്കിൽ അന്നേരം ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ട് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടാണ് സംസാരിക്കാനായിട്ട് കൊടുക്കുന്നത്. യുജങ് ആണെങ്കിൽ ബോറ ഇത് ചോദിക്കുമ്പോഴത്തേക്കിനും എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ഉടനെ തന്നെ ഉറച്ചങ്ങ് അലറി പറയും, പെട്ടെന്ന് തന്നെ ഇവിടെ വരെ വരണം, ഭൂമി പ്രഗ്നന്റ് ആണെന്ന്. അപ്പം ഭൂമിക്ക് കട്ട് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. പെട്ടെന്ന് വരാൻ പറഞ്ഞത് മാത്രമേ ബോറയ്ക്ക് തിരിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ യുജങ്ങിന്റെ കഫേയിലേക്ക് വരും. വന്നു കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയും. അവൾ ആകെ ഷോക്ക്ഡ് ആവും. ഞാൻ കേട്ടതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്തിനാണ് തെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വഴക്ക് പറയുന്നതെന്നാണ് ഉടനെ ഭൂമി ചോദിക്കുന്നത്. അവൾ ചെയ്തത് തെറ്റാണെന്ന് അവൾ സമ്മതിക്കുന്നില്ല. അപ്പൊ യുജങ് ഇങ്ങനെ നോക്കിട്ട് പറയും വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാനായിട്ട്. ബോറെ അവളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ ചെല്ലും. പക്ഷെ സംസാരിക്കാൻ നിൽക്കാതെ ഇവള് മുറിയിൽ കയറി വാതിലടയ്ക്കും. ആ ബഹളം എല്ലാം കഴിഞ്ഞിട്ട് യുജങ്ങിന്റെ പുറകെ ജിൻഹു ചെല്ലുന്നുണ്ടേ. യുജങ് ചോദിക്കും എവിടെ വരുക, നിങ്ങൾക്ക് താഴെ വരെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയി ഗെയിംസ് കളിക്കോ എന്തോന്ന് വെച്ചാൽ ചെയ്തു, എന്തിനാണ് എന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കും. അപ്പൊ നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്, നീ എന്നെ വഴക്ക് പറയുന്നത് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും പറയാതിരുന്നതെന്ന് പറയും. അപ്പൊ എന്തിനാണ് എപ്പോഴും എന്നോട് കള്ളം പറയുന്നത്, ഞാൻ എപ്പോഴെങ്കിലും ഗെയിംസ് കളിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടോ, മാച്ച് കാണേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്, നിങ്ങൾ ഇനി എന്തെല്ലാം കാര്യങ്ങൾ എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോയി, ഞാൻ ആഗ്രഹിച്ച് കല്യാണം കഴിച്ച ജിന്നുവും ഇപ്പോഴുള്ള ജിന്നുവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് യുജങ് പറയുമ്പോഴത്തേക്കിനും ഞാൻ എന്ത് ചെയ്താലും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ എന്നെ വഴക്ക് പറയും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, എനിക്ക് ഒറ്റയ്ക്ക് കുറച്ച് സമയം വേണ്ടേ, അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ എന്ന് ഇവൻ തിരിച്ചു ചോദിക്കും. അത് കേൾക്കുമ്പോൾ യുജങ്ങിന് ദേഷ്യം വരും. നമ്മൾ എപ്പോഴാണ് ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, എപ്പോഴെങ്കിലും ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന്
എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കാത്തത്? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സമയം വേണമെന്ന് പറയുന്നു, പക്ഷെ നമ്മൾ ഒന്നിച്ചപ്പോഴാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, രണ്ടുപേരും ജോലിക്ക് പോകാനുള്ള തിരക്കിലായിരിക്കും. പിന്നെ പകല് ജോലിക്ക് പോകും, തിരിച്ചു വന്ന് ഇവിടെ എല്ലാം ക്ലീൻ ആക്കി ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നതല്ലാതെ എപ്പോഴാണ് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇതൊക്കെ തന്നെ ഇവൻ പറയുന്നത്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാനുള്ളവരല്ലേ എന്ന് ചോദിക്കും. അപ്പൊ യൂജൻ തിരിച്ചു പറയുന്നത്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഉറപ്പാണുള്ളത്? നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് കാണുന്ന എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കാനായിട്ട് പാടില്ല എന്ന് പറയും. അപ്പൊ ഇവളിങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുമ്പോഴത്തേക്കിനും അവൾ ദേഷ്യത്തിൽ സംസാരിക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് അവൻ പെട്ടെന്ന്, ശരി നിനക്ക് ദേഷ്യമാണെങ്കിൽ ഞാൻ താഴെ പോയി കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് ജിൻഹോയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ ജിൻഹോയ്ക്കാണെങ്കിൽ ആകെ പ്രശ്നമായല്ലോ, അവൻ കാരണം വഴക്കുണ്ടായി, എല്ലാവരും എല്ലാം അറിഞ്ഞു, അങ്ങനെയൊക്കെയുള്ള പേടിയാണ്. അപ്പൊ ഇവനെ കാണുന്നുണ്ടേ പറയുന്നത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സോറി ഒക്കെ ചോദിക്കും. അപ്പം നീ എന്നോടൊരു വാക്ക് പറയായിരുന്നു, എനിക്കൊരു സൂചന തരായിരുന്നു, എന്നോട് കൂടി കള്ളം പറഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്, ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ അത് കാര്യമാക്കത്തില്ല. പിറ്റേ ദിവസം ബോറ പബ്ലിഷിംഗ് കമ്പനിയിലേക്ക് വരും. സുഹൂക്ക് അവിടെ നോക്കുന്നുണ്ട്, പക്ഷെ സുഹൂക്ക് ഇരിക്കുന്ന സൈഡിലേക്ക് നോക്കാതെയാണ് ബോറ പോകുന്നത്. ബോറ വന്ന കാര്യം പറയാനായിട്ട് മിസ് ബാങ്ക് സാങ്കിന്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കിനും സാങ്കിൻ ചോദിക്കും ബാക്കി എല്ലായിടത്തും സംസാരിച്ച് കാര്യങ്ങളൊക്കെ ശരിയായോ എന്ന് ചോദിക്കും. എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവരെല്ലാം അപ്പോളജൈസ് ചെയ്തു, പിന്നെ ഞാനും സാറിന്റെ അടുത്ത് സോറി പറയുവാണ്, ഞാൻ അങ്ങനെ എന്റെ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു, സാറിനെ ഞാൻ അൺകംഫർട്ടബിൾ ആക്കി, അതിന് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, എനിക്കിപ്പോൾ സാറിനോട് ഫീലിങ്സ് ഒന്നുമില്ല, ഞാനിപ്പോൾ കൂളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എനിക്ക് റൈറ്ററുടെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്, 10 മിനിറ്റിന് ശേഷം നമ്മുടെ മീറ്റിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് സുഹൂക്ക് ഒറ്റയ്ക്ക് ബോറയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ചെല്ലും. ഡെഡ് ലൈൻ എന്നാണ്, എന്നത്തേക്ക് തരാൻ പറ്റുമെന്ന് എനിക്കറിയണം, കാരണം ഇയാൾ ഇതുവരെ എന്നെ ഡ്രാഫ്റ്റ് കാണിച്ചിട്ടില്ല, അപ്പം കൃത്യമായിട്ടൊരു ദിവസം പറയണമെന്ന് സുഹൂക്ക് പറയുന്നുണ്ട്. ഞാൻ ഏകദേശം എല്ലാം എഴുതി കഴിഞ്ഞു, ഇനി എൻഡിങ് മാത്രമേ ഉള്ളൂ എന്ന് ബോറ പറയും. അപ്പൊ എൻഡിങ് ഇയാൾക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നില്ല, റൈറ്റർക്ക് തന്നെ അങ്ങനെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ റീഡേഴ്സിനെ എങ്ങനെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടേ സുഹൂക്ക് ചോദിക്കും. അപ്പം ബോറ തിരിച്ചു ചോദിക്കുന്നത്, ഇയാള് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാനും വഴക്ക് പറയാനായിട്ട് വന്നതാണോ എന്നാണ്. ഞാൻ ഉള്ള കാര്യമേ പറഞ്ഞുള്ളൂ, ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി, അതിനുശേഷം വീണ്ടും അതേ റിലേഷനിലേക്ക് തന്നെ തിരിച്ചു പോകുക എന്നുള്ളത് ഒരു ഹാപ്പി എൻഡിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, എനിക്കത് കൺവിൻസിങ്ങും അല്ല, എന്റെ റീഡേഴ്സിനും അങ്ങനെ തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സുഹൂക്ക് പറയും. ഉടനെ ബോറ തിരിച്ചു ചോദിക്കുന്നത്, പിന്നെ ഞാൻ എന്ത് എഴുതണം? എന്റെ ഒരു റിലേഷൻ മോശമാണെന്ന് മനസ്സിലാക്കി ഞാനത് ബ്രേക്കപ്പ് ആയി, അതിനുശേഷം ഞാൻ വേറൊരാളെ കണ്ടുമുട്ടി, അയാളും അതുപോലെ മോശം ഒരാളായിരുന്നെന്ന് ഞാൻ പറയണമെന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ഇവന് ദേഷ്യം വരും. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുനവെച്ചാണ് സംസാരിക്കുന്നത്, ആരെയാണ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇവന് ദേഷ്യം വന്നിട്ട് ഇവൻ തിരിച്ചു ചോദിക്കുന്നത്, ഇയാള് ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയും അയാളുടെ കൂടെ റെസ്റ്റോറന്റിൽ പോകുന്നു, ഹാപ്പി ആണെന്ന് പ്രിറ്റൻഡ് ചെയ്യുന്നു, എന്നിട്ട് അയാളെ കല്യാണം കഴിക്കുന്നു. ഇയാൾക്ക് സ്വന്തമായിട്ട് വേണ്ടുന്നത് എന്താണെന്ന് ഇയാൾക്ക് അറിയാത്തത് കൊണ്ടാണോ, അതോ അത് മനസ്സിലാക്കിയിട്ടും അത് കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് പ്രിറ്റൻഡ് ചെയ്യുകയാണോ? ഇയാൾക്ക് സ്വന്തമായിട്ട് കുറച്ച് സത്യസന്ധത കാണിച്ചുകൂടെയും ചോദിക്കും. ഞാൻ പത്തിരിക്കാണെന്നാണ് ഇയാൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനൊരു ഫൂളാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇയാൾക്ക് എന്നോട് ദേഷ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഒരുപക്ഷെ എന്നോട് ഇഷ്ടമുണ്ടെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഇയാളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ അങ്ങനെയായിരുന്നു, പക്ഷെ അതെല്ലാം ഇയാളുടെ സ്വഭാവം അങ്ങനെയാണ്, കൈൻഡ്നസ് കൊണ്ടാണ് എന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് എന്നോട് ഫീലിങ്സ് കൺഫസ് ചെയ്തതിന് ശേഷം അതൊക്കെ ആക്ട് ആണെന്ന് പറഞ്ഞു, അതിനുശേഷം കിസ് ചെയ്തതിന് ശേഷം അതൊരു മിസ്റ്റേക്ക് ആണെന്ന് ഇയാൾ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും സുഹൂക്ക് പറയുന്നത്, അത് നമ്മൾ മ്യൂച്വലായിട്ട് ചെയ്തതാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞില്ല, വീണ്ടും എന്തിനാണ് അതിനെക്കുറിച്ച് പറയുന്നതെന്നാണ്. അപ്പൊ ഇവള് വീണ്ടും ചോദിക്കും, പിന്നെന്തിനാണ് ഇയാൾ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത്, അതെന്താണ് ഇംപ്ലൈ ചെയ്യുന്നത് ഇയാൾക്ക് അറിയാലോ, അപ്പൊ ഞാൻ യെസ് പറയുമോ നോ പറയുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ ഇയാൾ ചോദിച്ചതെന്ന് ചോദിക്കും. ഇപ്പൊ ആരാണ് സത്യസന്ധത ഇല്ലാതെ പെരുമാറുന്നത്, ആരാണ് സ്വന്തം ഫീലിങ്സ് ഒളിച്ചു വെക്കുന്നതെന്നും കൂടി ഇവള് ചോദിക്കുന്നുണ്ടേ. ഇവനാണെങ്കിൽ മറുപടി പറയാനൊന്നും പറ്റുന്നില്ല. ഇവൻ മിണ്ടാതിരിക്കുന്ന കാണുമ്പോഴത്തേക്കിനും ഇവക്ക് ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. ഇയാളുടെ ഇത്രയും വിശാല മനസ്കനായ തന്റെ ആ മനസ്സിനുള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് എനിക്ക് വേറെ മാർഗമൊന്നുമില്ല, അത് പറഞ്ഞാൽ മാത്രമേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ, എനിക്കത് മാജിക്കലി തിരിച്ചറിയാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇനി ഇയാള് അങ്ങനെ ആരോടും നന്നായിട്ട് പെരുമാറരുത്, അവരത് തെറ്റിദ്ധരിക്കും. ഇയാളുടെ മനസ്സിലുള്ളത് വാക്കുകളിൽ കൂടി പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങനെ പെരുമാറാതിരിക്കുന്നതാണ് നല്ലത്. വെറുതെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ മിസ്ലീഡ് ചെയ്ത് അവരെ വിഡ്ഢികളാക്കാനായിട്ട് നിൽക്കരുതെന്ന് പറയും.